തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്നും 12 കോടി അടിച്ചുമാറ്റി ബി.ജെ.പിയിൽ കലാപം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്നും 12 കോടി അടിച്ചുമാറ്റിയ സംഭവത്തിൽ ബി.ജെ.പിയിൽ കലാപം. പാർട്ടി ഫണ്ട് വെട്ടിച്ചെന്ന കണ്ടെത്തലിൽ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ 3 പ്രമുഖ നേതാക്കളെ ചുമതലകളിൽ നിന്ന് നീക്കി. സംസ്ഥാന സെക്രട്ടറി എം.പി. അഞ്ജന രഞ്ജിത്ത്, സംസ്ഥാന സമിതി അംഗം പാങ്ങാപ്പാറ രാജീവ്, തിരുവനന്തപുരം മേഖലാ സെക്രട്ടറി പള്ളിപ്പുറം വിജയകുമാർ എന്നിവർക്കെതിരെയാണ് ബി.ജെ.പി നേതൃത്വം അച്ചടക്ക നടപടിയെടുത്തത്. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പ്രത്യേക സാമ്പത്തിക ഓഡിറ്റിംഗിലാണ് കോടികളുടെ ഫണ്ട് ക്രമക്കേട് പുറത്തുവന്നത്. വയനാട് കള്ളാടിയിലെ തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്ത ഭൂമിയിൽ തിരച്ചിൽ തുടരുന്നതിനിടെ ഇന്ന് 4 പേരുടെ മൃതദേഹം കണ്ടെത്തി. സൈറ്റ് എഞ്ചിനീയറായ ഹിമാചൽ പ്രദേശ് സ്വദേശി രാഹുൽ ശർമ്മ, എക്സ്കവേറ്റർ ഓപ്പറേറ്ററായ ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാൻ, ഉത്തർപ്രദേശ് സ്വദേശിയായ സർവേയർ അസ്ഹറുദ്ദീൻ അൻസാരി എന്നിവരുടെ മൃതദേഹവും തിരിച്ചറിയാത്ത ഒരു മൃതദേഹവുമാണ് കണ്ടെത്തിയത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7 ആയി ഉയർന്നു. ചലച്ചിത്ര പഠന കേന്ദ്രമായ സത്യജിത് റായ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡീനിനെതിരെ ലൈംഗികാതിക്രമ പരാതിയിൽ ചെയർമാനും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി നടപടിയെടുക്കാൻ വിമുഖത കാണിക്കുന്നതായി ഗുരുതര ആരോപണം. ഡീൻ വിപിൻ വിജയ് കുറ്റക്കാരനാണെന്ന അന്വേഷണ സമിതി കണ്ടെത്തിയിട്ടും ഭരണസമിതി നടപടികളിലേക്ക് കടക്കാത്തതാണ് ഇപ്പോൾ പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ശാരീരികവും മാനസികവുമായ പീഡനം, ജാതീയമായ അധിക്ഷേപങ്ങൾ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ പരാതികളാണ് ഡീൻ െതിരെ യുവതി ഉന്നയിച്ചിരിക്കുന്നത്. 2026 ലോകകപ്പിലെ ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ ഏറ്റുമുട്ടും. ടൂർണമെന്റിലുടനീളം തോൽവി അറിയാതെ 14 ഗോളുകൾ അടിച്ചുകൂട്ടി മുന്നേറുന്ന ഡിഡിയർ ദശാംസിന്റെ ഫ്രാൻസ് തകർപ്പൻ ഫോമിലാണ്. 7 ഗോളുകളോടെ ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ മുന്നിലുള്ള കിലിയൻ എംബാപ്പെ ഉൾപ്പെടെ മുന്നേറ്റ നിര തന്നെയാണ് ഫ്രാൻസിന്റെ പ്രധാന കരുത്ത്. മറുഭാഗത്ത് പ്രീ ക്വാർട്ടറിൽ നെതർലൻഡ്സിനെയും കാനഡയെയും അട്ടിമറിച്ചെത്തുന്ന മൊറോക്കോ തുടർച്ചയായ 2ാം തവണയും സെമിഫൈനൽ ലക്ഷ്യമിട്ടാണ് ഇറങ്ങുന്നത്. വയനാട് തുരങ്കപാത നിർമ്മാണത്തിനിടെയുണ്ടായ വൻ മണ്ണിടിച്ചിലിന് പിന്നിൽ നിർമ്മാണ കമ്പനിയുടെ ഗുരുതരമായ അനാസ്ഥയെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്ത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നൽകിയ അപകട മുന്നറിയിപ്പുകൾ കരാർ കമ്പനിയായ ദിലീപ് ബിൽഡ്കോൺ പൂർണ്ണമായും അവഗണിച്ചതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. കേവലം ഒരു മൺകൂന ഇടിഞ്ഞു വീണതല്ല ഇത്രയും വലിയ അപകടത്തിന് കാരണമായതെന്നാണ് GSI റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. US ആരോഗ്യമേഖലാ കമ്പനിയായ കോറോ ഹെൽത്തിലെ കൂട്ട പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. കൊച്ചി, കോഴിക്കോട് ശാഖകളിലായി ജോലി ചെയ്തിരുന്ന 800-ലധികം ജീവനക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാൻ സർക്കാരിന് നിയമപരമായ ബാധ്യതയുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. നാളെ നടക്കുന്ന അനുരഞ്ജന ചർച്ചയിൽ കമ്പനി അധികൃതർ നിർബന്ധമായും പങ്കെടുക്കണമെന്നും കോടതി ഉത്തരവിട്ടു. അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി നവീകരണ ജോലികൾ പുരോഗമിക്കുന്ന കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വൻ അപകടം. സ്റ്റേഷനിലെ ചരിത്ര പ്രസിദ്ധമായ പഴയ ക്ലോക്ക് ടവർ പെട്ടെന്ന് തകർന്നു വീഴുകയായിരുന്നു. ഇന്ന് ഉച്ചയോടെയാണ് യാത്രക്കാരെയും ജീവനക്കാരെയും പരിഭ്രാന്തിയിലാഴ്ത്തിയ സംഭവം അരങ്ങേറിയത്. അപകട സമയത്ത് സമീപത്ത് ആളുകൾ കുറവായിരുന്നതിനാൽ വൻ ദുരന്തമൊഴിവായി. ഉക്രൈൻ തീരത്ത് പോർച്ചുഗീസ് കപ്പലിലെ ജീവനക്കാരനായ ഇന്ത്യൻ നാവികനെ കാണാതായി. ഹരിയാനയിലെ ഭിവാനി ജില്ലയിലുള്ള ഝാൻജറാബാദ് സ്വദേശി ദീപക് ദുഡ്ഡിയെയാണ് ജൂലൈ 2 മുതൽ കാണാതായത്. കപ്പലിൽ ഡ്യൂട്ടിയിലായിരിക്കെ ഒഡേസയ്ക്ക് സമീപത്ത് വെച്ച് ദീപക് കടലിൽ വീണതാകാമെന്നാണ് സംശയിക്കുന്നത്. സംഭവത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. പാല നഗരസഭയിലെ UDF സ്വതന്ത്ര കൂട്ടായ്മ ഭരണസമിതിക്കെതിരെ LDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. തദ്ദേശ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർക്കാണ് ബിജു പാലപ്പടവന്റെ നേതൃത്വത്തിൽ നോട്ടീസ് കൈമാറിയത്. UDFിലെ ആഭ്യന്തര തർക്കങ്ങൾ രൂക്ഷമായതിന് പിന്നാലെയാണ് പ്രതിപക്ഷത്തിന്റെ ഈ നിർണായക നീക്കം. അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെയും ശക്തമായ പടിഞ്ഞാറൻ കാറ്റിന്റെയും സ്വാധീനത്തിൽ സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകളിൽ മാറ്റമുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും മണിക്കൂറുകളിൽ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തെക്കൻ മധ്യ കേരളത്തിലും പരക്കെ മഴ പെയ്യുമെന്നാണ് നിലവിലെ കണക്കുകൂട്ടൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ജനൈകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനൈകം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.